ഇന്ന് നമുക്ക് ഒരുമിച്ച് ബാംഗ്ലൂരിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയാലോ. ആക്ച്വലി ഞാനിത് മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ടെൻഷൻ ഇവിടുത്തെ ഓരോ ബസ്സും കയറി ഇറങ്ങി ഓരോ സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് മാപ്പ് ഇട്ടാലൊക്കെ സുഖമായിട്ട് എത്തും, പക്ഷേ ഇവിടെ അത്യധികം പരിചയമില്ലാത്തതിന് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ദിവസം ആയതുകൊണ്ടാണെന്നറിയില്ല, ഇന്നും പണ്ടും ഇല്ലാത്ത ചൂടും വെയിലും ആയിരുന്നു ഇന്ന്. പിന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ ട്രാഫിക്കിന്റെയും ബ്ലോക്കിന്റെയും കാര്യം വേറെ ആരും പറഞ്ഞറിയിക്കണ്ടല്ലോ. ആൻഡ് ഫൈനലി എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച അവസാനം നമ്മൾ അവിടെ എത്തി. ആദ്യം തന്നെ അവർ നമ്മുടെ റെസ്യൂമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സീനിയർ അക്കൗണ്ടന്റ് ആയിരുന്നു എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വിചാരിച്ച അത്ര ടഫൊന്നും ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് അടുത്ത ടാസ്ക്. വന്ന അതേ റൂട്ടിന് തിരിച്ച് നേരെ വീട്ടിലെത്തണം. ഞാൻ വരുന്ന ഈ റൂട്ടിന് ഒരുപാട് കമ്പനീസ്, വലിയ വലിയ കമ്പനീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സാംസങ്ങിന്റെയും അതുപോലെ തന്നെ ഡെല്ലിന്റെ ഒക്കെ വലിയ വലിയ കമ്പനീസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതിലൊക്കെ നമുക്ക് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും വേണം. പിന്നെ ഇവിടുത്തെ ബസ്സിലൊക്കെ നമ്മളെ നാട്ടിലെ പോലെയല്ല, നമുക്ക് ഫുൾ പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ. ഫുൾ സ്കാൻ ചെയ്തിട്ട് ഫുൾ അങ്ങനെയാണ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബസ്സിൽ കയറുമ്പോൾ ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴും അവർ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അവരിങ്ങനെ പറയും. പിന്നെ അതുപോലെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആധാർ കാർഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ടിക്കറ്റ് ആണ്, അവർക്ക് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. നോൺ എ സി ബസ്സിന് മാത്രമാണ് കേട്ടോ. സോ ഫൈനലി നമ്മൾ നമ്മുടെ ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട്. സോ സീ യു ഓൺ ദ അനദർ വീഡിയോ.